കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോയാൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗോകുൽ, എങ്ങനെയാണ് അലേർട്ട്? എന്തായാലും അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങൾ, തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാർഗ്ഗദർശനം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മലയോര മേഖലയിലും അതേപോലെ തന്നെ തീരദേശ മേഖലയും കൂടുതൽ ജാഗ്രതയിലായിരിക്കണം. പലയിടങ്ങളിലും മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതേപോലെ ദുരന്ത നിവാരണ വകുപ്പും അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ഇത്തരത്തിൽ കനത്ത ചൂട് നിലനിന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ എന്തായാലും ഇപ്പോൾ കനത്ത മഴ പെയ്യുമ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതേ തുടർന്ന് സംസ്ഥാനത്ത് ഉടനീളം ഒറ്റപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ വിശാലമായ രീതിയിലോ കനത്ത മഴ പെയ്യും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ഉണ്ട്. ഇതിപ്പോൾ മാറി വരും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഗൾഫ് ഓഫ് മന്നാറിന് സമീപത്ത് ഇത്തരത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത മഴ വരും ദിവസങ്ങളിൽ 5 ദിവസം കഴിഞ്ഞാലും വരും ദിവസങ്ങളിൽ തുടരും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ ചക്രവാത ചുഴിയെ തുടർന്ന് എന്തായാലും ഈ മാസം 11-ന് ശേഷം കനത്ത മഴ സംസ്ഥാനത്ത് വ്യാപകമായി പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശരി, 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്.